കുക്രിയിലേക്ക് സ്വാഗതം. നിലവിലെ ചാമ്പ്യന്മാരായ സൂപ്പർ ടീമായ അർജൻറ്റീന ഇന്ന് ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ കളിക്കാനിറങ്ങും. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30-ക്കാണ് കളി. ആദ്യ കളിയിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളിന് ലിയണൽ മെസ്സിയുടെ ഹാട്രിക്കോട് കൂടി 3 ഗോളിന് തകർത്തതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അർജൻറ്റീന വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതിലെ ഏറ്റവും കൺഫേംഡ് ആയിട്ടുള്ള ഉറപ്പിച്ച ഒരു മാറ്റം എന്ന് പറയുന്നത് മോണ്ടിയാലിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, പരിക്കുണ്ടെന്നാണ് അറിയുന്നത്. മോണ്ടിയാലിന് പകരം മൊളീന സ്റ്റാർട്ടിംഗ് ലെവലിൽ വരും എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് ഉറപ്പാണ്, മോണ്ടിയാലിന് പകരം മൊളീന എന്നുള്ളത്. മറ്റൊരു മാറ്റത്തിനുള്ള 2 മാറ്റത്തിനുള്ള സാധ്യതകൾ കൂടിയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഹൂലിയൻ അൽവാരസ്. കഴിഞ്ഞ കളിയിൽ അൾജീരിയക്കെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ അൽവാരസ് ഇത്തവണ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലൗതാരോ മാർട്ടിനസ് സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാവില്ല. ഹൂലിയൻ അൽവാരസ് പരിക്ക് ഭേദമായി. അദ്ദേഹം ഇന്നത്തെ കളിയിൽ ഓസ്ട്രിയക്കെതിരെ ആദ്യ ലെവലിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു സാധ്യത മാത്രമാണ്. നേരത്തെ പറഞ്ഞ മൊളീന വരവ് അത് ഉറപ്പാണ്, പക്ഷേ ഇതൊരു സാധ്യത മാത്രമാണ് പറഞ്ഞു കേൾക്കുന്നത്. റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. പിന്നെ മറ്റൊരു സാധ്യത പറയുന്നത് അൽമെയ്ദയ്ക്ക് പകരം ഗൊൺസാലസ് വരും എന്നാണ്. അതിനുള്ള സാധ്യത ഇപ്പോൾ അൽവാരസിൻ്റെയും ഗൊൺസാലസിൻ്റെയും സാധ്യതകളാണ്. അതേസമയം മൊളീന ഉറപ്പായിട്ടും ടീമിലുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും മുന്നേറ്റത്തിൽ ലിയണൽ മെസ്സി ഉറപ്പാണ്, നമുക്കറിയാലോ. ഒപ്പം അൽവാരസ് എന്ന് പറയുന്നു, അതല്ലെങ്കിൽ മാർട്ടിനസ്, അങ്ങനെയാണ് ഇത്. അപ്പം ഫസ്റ്റ് 11-ൽ ഏക ഉറപ്പിച്ച മാറ്റം മൊളീന വരും. മോണ്ടിയാലിന് പരിക്കാണ്. അപ്പോൾ ബാക്കി എല്ലാം നമുക്ക് വരുന്ന ഈ കളിയോടനുബന്ധിച്ച് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഓസ്ട്രിയയെ കൂടി തോൽപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക്, നോക്കൗട്ടിലേക്ക് കടക്കാൻ തന്നെയായിരിക്കും അർജൻറ്റീന വരുന്നത്. അത് വെറുതെ ജയിക്കാനല്ല, നല്ലപോലെ ഗോളടിച്ച് ഓസ്ട്രിയയെ തകർത്തിട്ട് കയറാൻ തന്നെയാണ് അർജൻറ്റീന വരുന്നത്. അത് ലിയണൽ സ്കലോണിയുടെയും വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്.